പ്രവാസലോകത്തെ വാർത്തകൾ. ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN രക്ഷാസമിതിയുടെ പ്രമേയം അമേരിക്ക വീണ്ടും വീറ്റോ ചെയ്തു. ഇസ്രായേൽ കരയാക്രമണം രൂക്ഷമാക്കിയതിന് പിന്നാലെയാണ് UN വീണ്ടും പ്രമേയം അവതരിപ്പിച്ചത്. രക്ഷാസമിതിയിലെ 15 അംഗങ്ങളിൽ 14 അംഗങ്ങളും നിരുപാധികവും സ്ഥിരവുമായ അടിയന്തര വെടിനിർത്തലിനെ അനുകൂലിച്ചപ്പോൾ അമേരിക്ക വീറ്റോ ചെയ്യുകയായിരുന്നു. ഇത് 6ാം തവണയാണ് പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യുന്നത്. ഗാസയിൽ സ്ഥിരമായി അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നുമാണ് ആവശ്യം. പലസ്തീനികൾക്ക് സഹായം എത്തിക്കുന്നതിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഇസ്രയേൽ നീക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹമാസിനെ അപലപിക്കുന്നതിലും ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധിക്കുന്നതിനുള്ള അവകാശം അംഗീകരിക്കുന്നതിലും പ്രമേയം പരാജയപ്പെട്ടെന്ന് അമേരിക്കയുടെ പ്രതിനിധി മോർഗൻ ഓർട്ടാഗസ് പറഞ്ഞു. അമേരിക്കയുടെ നീക്കം അങ്ങേയറ്റം ഖേദകരമാണെന്ന് പലസ്തീൻ അംബാസഡർ റിയാദ് മൻസൂർ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫി TV. ബഹ്റൈനിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് യാത്രാബത്ത നിർബന്ധമാക്കുന്ന നിയമ ഭേദഗതിക്ക് നിർദ്ദേശം. വർഷങ്ങളായി സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ വേതനം വർദ്ധിക്കാത്തതും ജീവിത ചെലവ് കൂടിയതും പരിഗണിച്ചാണ് നിർദ്ദേശം. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിക്കാർക്ക് കുറഞ്ഞത് 15 ദിനാർ യാത്രാബത്ത നിർബന്ധമാക്കുന്നതിനുള്ള കരട് ഭേദഗതിയാണ് സ്വകാര്യ മേഖലാ തൊഴിലാളി നിയമം. കമ്പനി യാത്രാ സൗകര്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ യാത്രാബത്ത വീണ്ടും നൽകേണ്ടതില്ല. രാജ്യത്തെ സർക്കാർ മേഖലയിലെ ജീവനക്കാർക്ക് 20 ദിനാർ പ്രതിമാസ യാത്രാബത്ത ലഭിക്കുന്നുണ്ട്. എന്നാൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് 15 ദിനാർ യാത്രാബത്ത നിർബന്ധമാക്കുന്നതിലൂടെ സാമൂഹ്യനീതി ഉറപ്പാക്കാനാണ് ശ്രമം. നിലവിലെ നിയമം അനുസരിച്ച് നിശ്ചിത സ്ഥലങ്ങളിലേക്ക് യാത്രാ സൗകര്യം നൽകുന്നത് തുടരുകയും വേണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. GCC രാജ്യങ്ങൾ സുരക്ഷയിൽ മുന്നിൽ. രാത്രിയിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കാവുന്ന സുരക്ഷിത രാജ്യങ്ങളുടെ പട്ടികയിൽ GCC രാജ്യങ്ങൾ മുൻപന്തിയിലാണ്. ഗ്യാലപ്പ് പുറത്തിറക്കിയ ഗ്ലോബൽ സേഫ്റ്റി റിപ്പോർട്ടിൽ സിംഗപ്പൂരാണ് പട്ടികയിൽ ഒന്നാമതെത്തിയത്. തൊട്ടുപിന്നാലെ താജിക്കിസ്ഥാൻ, ചൈന, ഒമാൻ, സൗദി, ഹോങ്കോങ്, കുവൈറ്റ്, നോർവേ, ബഹ്റൈൻ, UAE എന്നീ രാജ്യങ്ങൾ ഇടം പിടിച്ചു. US-ലെ മൾട്ടിനാഷണൽ അനലിറ്റിക്സ് ആൻഡ് അഡ്വൈസറി കമ്പനിയായ ഗ്യാലപ്പാണ് പഠനം നടത്തിയത്. കുറഞ്ഞ കുറ്റകൃത്യ നിരക്കും GCC രാജ്യങ്ങളുടെ പ്രത്യേകതയാണ്. ശക്തമായ ഭരണ സംവിധാനം, പൊതുക്രമം, നഗരങ്ങളിലെ സുരക്ഷയിലും അടിസ്ഥാന സൗകര്യങ്ങളിലുമുള്ള നിക്ഷേപം എന്നിവയെല്ലാം നേട്ടത്തിന് പിന്നിലെ ഘടകങ്ങളാണ്. രാത്രിയിൽ ഏറ്റവും കുറവ് സുരക്ഷിതത്വം അനുഭവപ്പെടുന്ന രാജ്യങ്ങൾ കൂടുതലും ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.